ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്തെ തൂണിന്മേലുള്ള ഉയരപ്പാത വേണമെന്ന ആവശ്യമായി യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരത്തെയും ജനകീയ പ്രക്ഷോഭത്തെയും ചോരയിൽ മുക്കി കൊല്ലാനാണ് പോലീസിന്റെ നീക്കമെങ്കിൽ അത് നടക്കില്ലെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് പറഞ്ഞു. ദേശീയപാത നവീകരണം നടക്കുമ്പോൾ കായംകുളത്ത് ഉയരപാത വേണമെന്നത് നാടിന്റെ ആവശ്യമാണെന്നും ഈ ജനകീയ പ്രശ്നത്തെ മുന്നിൽ നിർത്തി യൂത്ത് കോൺഗ്രസ് സമാധാനപരമായ സമരം നടത്തുമ്പോൾ അതിന് ലഭിച്ച ജനകീയ പിന്തുണ മനസ്സിലാക്കിയ സംസ്ഥാന ഭരണകൂടവും CPM-ഉം പോലീസിനെ ഒരു മർദ്ദന ഉപകരണമായി ഉപയോഗിച്ച് സമരത്തെ അടിച്ചമർത്താൻ നോക്കുകയാണെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ബാബു പ്രസാദ് പറഞ്ഞു. ഈ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട ജനകീയ അഭിപ്രായമുള്ള എല്ലാ ബഹുജനങ്ങളും ഈ സമരത്തെ പിന്തുണച്ചു. ഈ സമരം ഒരു ഉജ്ജ്വല വിജയമായി എന്ന് CPM-നും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിനും മനസ്സിലായപ്പോൾ അവരെ പോലീസിനെ ഒരു മർദ്ദന ഉപകരണമാക്കിക്കൊണ്ട് ഒരു കോൺസ്പിറസി, ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ സമരപ്പന്തലിന് മുമ്പിലിട്ട് വിട്ടു. ഇവിടെ സമാധാനപരമായി ഞാൻ വന്നപ്പോൾ 2 DCC ജനറൽ സെക്രട്ടറിമാർ ശ്രീ AJ ഷാജഹാനും CP ഷാജഹാനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നൗഫൽ അടക്കമുള്ള ആളുകൾ അതിനെ ഇവിടെ മേൽനോട്ടം വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ആയുധം കൈവച്ചിട്ടില്ല, ഒരു മുദ്രാവാക്യം പോലീസിനെതിരെ പ്രകോപനപരമായിട്ട് വിളിക്കുന്നില്ല, ഇവിടെ പ്രസംഗിച്ച ഒരു നേതാവും പോലീസിനെ വെല്ലുവിളിച്ചിട്ടില്ല. അതെല്ലാം കഴിഞ്ഞ് ഈ നേതാക്കന്മാരെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ ആ പ്രസംഗം തുടർന്ന് ഈ കായംകുളത്തിലെ എലിവേറ്റഡ് ഹൈവേയുടെ അനിവാര്യതയെക്കുറിച്ച് സംസാരിച്ച് അതിനെക്കുറിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ജാഥ വടക്ക് നിന്ന് വന്നു. സ്വാഭാവികമാണല്ലോ. യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഹരിത ബാബു അടക്കം, നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ അടക്കം, ദീപക് ഇരുവ അടക്കമുള്ള 5 നേതാക്കന്മാർ കിടക്കുമ്പോൾ അവർ ഇവിടുത്തെ നിയോജകമണ്ഡലം കമ്മിറ്റിയിലെ നേതാക്കന്മാരെല്ലാവരും കൂടി 10-100 പേരടങ്ങുന്ന ഒരു ജാഥ ഇവിടെ വന്നു. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പന്തം കൊളുത്തി പ്രകടനമാണ്. ആ പ്രകടനം ഇവിടെ വന്നു, ഇവർക്ക് അഭിവാദ്യം അർപ്പിച്ചു, മുദ്രാവാക്യം പന്തലിന് മുമ്പിൽ നിന്ന് വിളിച്ചു. അതിനുശേഷം ആ ജാഥ നഗരം ചുറ്റി വരുന്നതിന് വേണ്ടി തെക്കോട്ട് നടന്നപ്പോൾ ഈ റോഡിൻ്റെ, ഈ പന്തലിൻ്റെ അടുത്തുള്ള ഈ ഹൈവേയുടെ ഓപ്പോസിറ്റ് കിടക്കുകയായിരുന്ന ഒരു വലിയ വണ്ടി. ആ വണ്ടി ഞാൻ വരുമ്പോൾ ഇവിടെ കിടപ്പുണ്ട്, ഒരു ഇടിവണ്ടി. ആ ഇടിവണ്ടി കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്കിട്ട് നഗരം ചുറ്റി പ്രകടനം നടത്താൻ സമാധാനപരമായി പോയ കുട്ടികളെ പെട്ടെന്ന് ആ വാഹനം കൊണ്ടിട്ട് അതിൻ്റെ വാതിൽ തുറന്ന് ഇവിടുത്തെ DYSPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ആരുടെയോ ആജ്ഞ അനുസരിക്കുന്ന രീതിയിൽ ബലമായി ആ വാഹനത്തിനകത്തേക്ക് കയറ്റാൻ ശ്രമിച്ചിടത്താണ് ഈ പറയുന്ന സംഘർഷമുണ്ടായത്. ബഹുമുഖമായിട്ടുള്ള പിന്തുണ ഒരു സമരത്തിന്, ഒരു ജനകീയ യുവജന സമരത്തിന് കിട്ടിയപ്പോൾ ഇവിടം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളായ MLA-യും ഇവിടെ ഇപ്പോൾ പരാജയപ്പെട്ടു പോയ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയും ഈ എലിവേറ്റഡ് ഹൈവേ വരത്തക്കവണ്ണമുള്ള അലൈൻമെൻറ്റിൽ ഇടപെടുന്നതിന്, ആ സമയത്ത് ഇടപെടുന്നതിന് അവർ മനഃപൂർവ്വം പിന്മാറിയപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിലാഷമായിരുന്നു ആ എലിവേറ്റഡ് ഹൈവേ എന്ന് മനസ്സിലാക്കി ശ്രീ KC വേണുഗോപാൽ ഇതുവരെ 2 പ്രാവശ്യം നിതിൻ ഗഡ്കരിയെ കണ്ടു കഴിഞ്ഞു. ഈ ജനകീയ സമിതി നിരവധി നിവേദനം കൊടുത്തു. യൂത്ത് കോൺഗ്രസ് ഇന്നലെ ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രകടനം നടത്തി. മിനിഞ്ഞാന്ന് ഇന്നലെ മുതൽ സമരം നടത്തി. ഈ സമര പരിപാടികളെല്ലാം തന്നെ സമാധാനപരമായിരുന്നു. അപ്പോൾ ഇതിനെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള നിർദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയൻ്റെയും ഭാഗത്തു നിന്നും ഈ പറയുന്ന കായംകുളത്തെ DYSP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടി. ഇന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ 4 മണി മുതൽ ഇവിടെ നിന്ന് പോലീസ് പെട്ടെന്ന് കയറി സമരസഹാക്കളെ അടിച്ച് കൈയൊടിക്കാൻ കാരണം എന്താണ്? ആഷിൻ ഷേട്ട് അടക്കമുള്ള ജാഥയിൽ പങ്കെടുത്തവരെ മർദ്ദിച്ച് അവരെ നിർവീര്യരാക്കാൻ വേണ്ടി അവരുടെ അവയവങ്ങൾ അടിച്ചൊടിച്ചത് എന്തിനാണ്? ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അന്വേഷണം നടത്താൻ ഭരണകൂടം തയ്യാറാകുന്നില്ലെങ്കിൽ ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മറ്റേനാൾ മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസും കൂടി സംയുക്തമായിട്ട് ഈ സമരരംഗത്തേക്ക് വരും, പ്രതിഷേധ പരിപാടികളുമായി വരുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. യൂത്ത് കോൺഗ്രസ് സമരത്തെയും ജനകീയ പ്രക്ഷോഭത്തെയും ചോരയിൽ മുക്കി കൊല്ലാനാണ് പോലീസ് നോക്കുന്നതെങ്കിൽ അത് അനുവദിക്കില്ല എന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ബാബു പ്രസാദ് പറഞ്ഞു. സമരപന്തലിൽ താൻ പ്രസംഗിക്കുമ്പോൾ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് പോലീസ് അതിക്രമം കാട്ടിയത്. ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പ്രവർത്തിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബാബു പ്രസാദ് പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.